ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് പോയി എടുത്തു നേർന്ന വണ്ടിയാണ്. വണ്ടി കുറച്ച് ദിവസങ്ങളിലായിട്ട് ഉപയോഗിക്കാണ്ടിരുന്നിട്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വന്നേർന്നതാണ്. അപ്പോൾ നമ്മളത് പോയി വണ്ടി എടുത്തു കൊണ്ടുവന്നു. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടി ഉപയോഗിക്കാണ്ടിരുന്ന് അതിൻ്റെ കാർബറേറ്ററിൽ പെട്രോളൊക്കെ കിടന്ന് മെൽറ്റായി ആ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ടാങ്കിൻ്റെ ഫ്യൂൽ ടാപ്പിൻ്റെ ഭാഗത്തും പെട്രോൾ നിന്ന് ദ്രവിച്ച ഒരു സിറ്റുവേഷനിലായിരുന്നു. അതായത് ശരിക്കും ഇപ്പോഴത്തെ എത്തനോളുള്ള പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികൾ ഉപയോഗിക്കാണ്ട് കയറ്റി വയ്ക്കുമ്പോൾ തന്നെ മേജറായിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണത്. അതിപ്പോൾ ഒരാഴ്ച കയറ്റി വെച്ചാൽ പോലും കാർബറേറ്റർ കംപ്ലൈൻ്റ് ആവുന്ന സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ. കാരണം 20% എത്തനോളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റും പ്രോബ്ലമാണ് ആ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ നിലവിൽ ചെയ്തേക്കുന്നത് പെട്രോൾ ടാപ്പ്, ആ കാണുന്ന പെട്രോൾ ടാപ്പ് അതിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. കാർബറേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റ് അതേപോലെ തന്നെ ഫ്ലോട്ട് വാൽവടക്കം മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു വയ്ക്കുക. ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ്. അപ്പോൾ അത് ചാർജിൽ ഇടുമ്പോൾ കയറണുണ്ട്. അപ്പോൾ ബാറ്ററി ചാർജിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ വേറെ ഒരുപാട് മേജർ കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. നോർമൽ സർവീസുമായി ബന്ധപ്പെട്ട സർവീസിന് സാധാരണ രീതിയിൽ വരാറുള്ളൊരു കംപ്ലയിൻസൊക്കെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പിനായിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട്, ജനറൽ സർവീസിനായിട്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ് ഇതുമ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. വലിയ പഴക്കമായിട്ടില്ല ലൈൻഡർ. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ഈ ഷാഫ്റ്റ് ബാക്ക് വീൽ ഇതുമേ പിടിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയറായാലും അത്യാവശ്യം നല്ല ഉപയോഗിക്കാനുണ്ട്. അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഗിയർ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഗിയർ ഓയിലൊക്കെ ആവശ്യത്തിനുണ്ട്, നല്ല ഓയിലാണ്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് മാറ്റേണ്ട ടൈമാണ് കേട്ടോ. അത്യാവശ്യം അഴുക്കുണ്ട്, പൊടി കാര്യങ്ങൾ വന്ന് പൂപ്പിലൊക്കെ പിടിച്ച് ബ്ലോക്കാണ്. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റിയിടണം. പിന്നെ അതേപോലെ ക്ലച്ച് സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിക്കുന്നതാണ്. അപ്പോൾ അഴിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് സാധാരണയിൽ കൂടുതൽ പൊടി ഇതിനകത്ത് കാണുന്നുണ്ട്. നല്ല രീതിയിൽ പൊടി കയറിയിട്ടുണ്ട്. അതായത് ബെൽറ്റ് കട്ടായി പോകുന്നുണ്ട്. അത് ഞാൻ കംപ്ലൈൻറ്റ് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പിന്നെ അതിൻ്റെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലെ ഓയിൽ സീലും ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓയിൽ സീൽ മാറ്റിയതിന് ശേഷം ഫുള്ളായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് കിക്കർ വീലൊക്കെ ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടത്. ബെൽറ്റ് കൂടുതലായിട്ട് നോർമലല്ലാത്ത രീതിയിൽ കട്ടാവുമ്പോഴാണ് ഇത്രയും പൊടി വരാം. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ബെൽറ്റ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ മൊത്തം പൊട്ടലൊക്കെ ഉണ്ട്. കമ്പനി ബെൽറ്റ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ അതിൻ്റെ കാലാവധി ഏകദേശം കഴിഞ്ഞാണ്. ഈ സൈഡൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം. ബെൽറ്റ് ഇങ്ങനെ ചെത്തിപ്പോണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വണ്ടി ഉപയോഗിക്കാണ്ടിരുന്നപ്പോൾ ഈ വീലൊക്കെ തുരുമ്പിട്ട് പോയേക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് കിടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ തുരുമ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തൊരു റഫ്നെസ് വരും. അപ്പോൾ അവിടെ അത് മുരഞ്ഞാണ് ഈ ബെൽറ്റ് കട്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും ഈ ബെൽറ്റ് നമുക്ക് മാറ്റി പുതിയ ബെൽറ്റ്, ഈ ബെൽറ്റല്ല, ഈ വീല് മാറ്റി നമ്മൾ പുതിയ വീലിടണം. അതിന് ശേഷം വേണം ബെൽറ്റ് മാറ്റാനായിട്ട്. അതേപോലെ തന്നെ ഈ വേരിയേറ്റർ ബോഡിയൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഈ വീല് പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ വീലും ബോസ് ഡ്രൈവ് അതേപോലെ തന്നെ ഈ വീലും കൂടി മാറ്റിയിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. റോളറൊക്കെ നമുക്ക് അതൊക്കെ മതി, കറക്റ്റാണ്, കുഴപ്പമില്ല. പിന്നെ ഈ പീസെറ്റ് സ്ലൈഡറും ചെറിയൊരു അടി പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അതും കൂടി മാറ്റാം. അത് 100 താഴേക്ക് നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഉണ്ടോ. ബാക്കിയത്തെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. സാധാരണ അങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഈ വരുന്ന ക്ലച്ച് ഷൂ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒരു ഫംഗസ് പോലെ കയറിയിട്ട് പൊളിഞ്ഞ് വരാറുണ്ട്. ഈ ക്ലച്ച് ഷൂവിൻ്റെ ഭാഗത്തൊക്കെ ഫംഗസ് പോലെ വന്നിട്ട് പൊളിഞ്ഞ് പോകുന്ന കംപ്ലയിൻ്റ് ഒക്കെ കാണാറുണ്ട് സാധാരണ രീതിയിൽ. ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബ്രേക്ക് ഷൂ ആയാലും സെയിം സിറ്റുവേഷനാണ്. ഫ്രണ്ടിലത്തെയും ബാക്കിലെയും ബ്രേക്ക് ഷൂം ഇതേപോലെ തന്നെ ഒരു ഫംഗസ് പോലെ പിടിച്ചിട്ട് അതിന്മാ ഒട്ടിച്ച് വെച്ചാൽ ഐറ്റങ്ങൾ പൊളിഞ്ഞ് പോലാണ് പതിവ് സാധാരണ. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഷൂവിൻ്റെ കേസും ചെക്ക് ചെയ്തിരുന്നു, ക്ലച്ച് ഷൂവിൻ്റെ കേസും ചെക്ക് ചെയ്തിരുന്നു. ഇപ്പം നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല, പക്ഷേ പിന്നീട് വന്നുകൂടായില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും കാർബറേറ്ററിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, കാർബറേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയാണ്. ചോക്ക് കേബിൾ ഉപയോഗിക്കാണ്ടിരുന്നിട്ട് ഫുൾ ടൈറ്റ് ആയേക്കാണ്. അപ്പോൾ ചോക്ക് കേബിൾ നമുക്ക് മാറ്റിയിടണം. പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയ ലീക്കേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കവർ ഗ്യാസ്കറ്റ് അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ റെഡിയാക്കാവുന്നുള്ളൂ. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. അതായത് ഈ കോളർ ബുഷൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്, പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് ബുഷ് മാത്രമായിട്ടൊന്ന് മാറ്റിയിടാം. അതേപോലെ ഗ്രീൻ ബുഷും നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ നല്ല രീതിയിൽ ടൈറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കേണ്ട കുഴപ്പമൊന്നുമില്ല, ബെയറിങ്ങിനൊന്നും വേറെ കംപ്ലയിൻ്റ് ഇല്ല. ബാറ്ററി 2024 മോഡൽ ബാറ്ററി ഞാൻ അഴിച്ച് ചാർജിലിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാണ്. ബാക്കിയത്തെ ഫംഗ്ഷനൊക്കെ ഓക്കെയാണ്. വേറൊരു ബാറ്ററി വെച്ചിട്ട് ചെക്ക് ചെയ്തായിരുന്നു. ബാക്കിയത്തെ ഫംഗ്ഷനൊക്കെ ഓക്കെയാണ്. പിന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റിയിടണം. ഇതുമ്പോൾ കിടക്കണം, ഒന്നാമത് ഒറിജിനലല്ല, മാറ്റേണ്ട ടൈമും ആയിട്ടുണ്ട്. അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം.
നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വാട്ടർ സർവീസ് ഒന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ കൂട്ടത്തിയുടെ ഇതും കൂടി ഒന്ന് അഴിച്ച് ഓപ്പണായിട്ടൊന്ന് കഴുകുകയാണെങ്കിൽ ഉള്ളിലത്തെ ഭാഗം കൂടി ക്ലിയർ ആയി പോയിക്കോളും. അപ്പോൾ ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് ഉൾപ്പെടുത്തുന്നത്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഏകദേശം ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം.